നബിസ്വലം പുറത്തു നിൽക്കുന്ന സ്ത്രീകളുമായി ബൈഅത്ത് ചെയ്തു. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അല്ലാഹു തആല തന്നെ സത്യം, ഒരൊറ്റ സഹോദരിയും ബൈഅത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ടില്ല, റസൂലുള്ളാഹിന്റെ കൈ തൊട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല വക്രമായി രേഖപ്പെടുത്തിയതാ. അതാണ് ബൈഅത്തിന്റെ കോലം. പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്യുമ്പോൾ കൈപിടിക്കുന്നുണ്ട്, സഹോദരിമാരോട് ബൈഅത്ത് ചെയ്യുമ്പോൾ കൈപിടിക്കാൻ പാടില്ല. ഈ ആശയത്തിനെതിരായി റസൂലുള്ളാഹി പഠിപ്പിച്ച ആശയത്തിനെതിരായി ഇവിടെ ശൈഖ് അത് വാപ്പയാണ്, മുനീറത്തുകളൊക്കെ മക്കളാണ്, പെൺകുട്ടികളാണ്, അതുകൊണ്ട് കൈ പിടിക്കുന്നതിന് വിരോധമില്ല എന്നൊരു കാഴ്ചപ്പാട് അത് ഇസ്ലാമികമല്ല. ഏതായാലും കുറെ സമാധാനമുണ്ട്. ഈ ഇന്റർവ്യൂവിന് അഭിനന്ദനുണ്ട്. അബ്ദുറഹ്മാൻ ഹാജിയോടും നന്ദിയുണ്ട്. കാരണം ഇതിലപ്പുറം ഇല്ലാന്ന് വന്നല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി വേറെന്താ സംഭവിച്ചു എന്നൊക്കെ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ രംഗപ്രവേശം കണ്ടപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചത്. അതേതായാലും അദ്ദേഹം പറഞ്ഞില്ല. പത്രപ്രവർത്തകരൊക്കെ എമ്പാടുവിടെ ഉണ്ട്, പല നിലക്കും രാഷ്ട്രീയക്കാർക്കെതിരിലൊക്കെ പലതും ഇറക്കിക്കണ്. ഇങ്ങനെയുണ്ടോ ഒരു വീഡിയോ ഇന്റർവ്യൂ? ഇത് നടത്തുന്നത് പേരോടല്ലേ? ഈ കൈരളി അബ്ദുറഹ്മാൻ ഹാജിയെ കൊണ്ട് ഈ രൂപത്തിൽ പറയിപ്പിച്ച പേരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതിനൊരൊറ്റ മറുപടി അല്ലാഹു തആല പറയാ മറുപടി ഉണ്ടാക്കി തന്നുകൊണ്ട്. കക്കാട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. ആങ്ങളെയാണ്, പെങ്ങളാണ്, ബാപ്പയാണ്, ഉമ്മാവൊന്നും ഞാൻ പറയില്ല. അങ്ങനെ ഒരു ആദർശം ഞാൻ പ്രചരിപ്പിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ അതിന് അല്ലാഹു തആല തെളിവുണ്ടാക്കി നോക്കണോ? കക്കാട് ഫൈസിയുടെ തരീഖത്തിൽ അത്തരമൊരു വാദമില്ല എന്ന് SYSന്റെ അനുഭാവിയായി AP-യുടെയും പേരോടിനെയും കൂടെ ഇന്ന് നടക്കുന്ന ഈ തരീഖത്ത് സ്വീകരിക്കുകയും തന്റെ ഭാര്യയെയും കൂട്ടി മദീനത്തുൽ കിറാം മസ്റാത്തുൽ കിറാമിൽ ഷെയ്ഖ് മുഖ്താറിന്റെ അടുത്ത് പോവുകയും 10 ദിവസത്തോളം അവിടെ താമസിക്കുകയും ഹുസൈൻ ബാഖവി പൊന്നാട് അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊണ്ടുപോയിരുന്നു. അതുപോലെ മലാഹിരി എന്നൊരു നല്ല പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊണ്ടുപോയിരുന്നു. എന്നാൽ അവരല്ലേ പറയേണ്ടത്? എന്നാൽ അദ്ദേഹം അതിന് നേരെ എതിര് പറയുന്നു. നോക്കിക്കോ, ഇതൊക്കെ അല്ലാഹു തആല പറയിപ്പിച്ചു വെച്ചതാ. ഇത് അദ്ദേഹം തരീഖത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, പിന്നെ തരീഖത്ത് വിട്ട ആളാണ്. 40 മനുഷ്യന്മാരുടെ മുമ്പിൽ ഞാൻ തരീഖത്ത് വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷം എഴുതിയ കിതാബാണിത്. ആ കിതാബിൽ പറയാണ് ഹുസൈൻ ബാഖവി പൊന്നാട് മഹറമായി തീരുന്ന രൂപത്തിലുള്ള സഹോദര സഹോദരി എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോടാണ് ഇത് പറയേണ്ടത്. ആരോപണ വിധേയമായ തരീഖത്തിൽ അങ്ങനെ ഒന്നില്ല. സത്യത്തിൽ മുമ്പിലിരിക്കുന്നവരെ കബളിപ്പിക്കുകയാണ്. 2 കൊല്ലം മുമ്പ് സഅദി എന്ന ആള് കണ്ണു ചുമ്മി പ്രസംഗിച്ചതിന് മറുപടി അന്ന് അല്ലാഹു തആല പറയിപ്പിച്ചതാണ് ബാഖവിയെ കൊണ്ട്. സഹോദര സഹോദരി ബന്ധം ഉണ്ടാകും ബൈഅത്ത് ചെയ്യുന്നവർ തമ്മിൽ എന്ന തരീഖത്തല്ല ഞങ്ങളുടെ തരീഖത്ത്. അദ്ദേഹം ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം അദ്ദേഹം കുറെ സത്യങ്ങൾ പറയാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിക്കപ്പെട്ട മനുഷ്യനാണ്. അത് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു. ഇന്റർനെറ്റിൽ എനിക്ക് അദ്ദേഹം കോപ്പി എടുത്ത് അയച്ചെന്നതാണ്, ഞാൻ കോപ്പി എടുത്തതല്ല. ഇത്രയും സന്തോഷകരമായ തെളിവുണ്ടെങ്കിൽ എന്നിട്ട് ഈ ഹുസൈൻ ബാഖവി ഈ പുസ്തകത്തിന്റെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ ഒരു നിലക്കും ഹദറയിൽ പങ്കെടുപ്പിക്കാൻ ഷെയ്ഖ് സമ്മതിക്കൂല. ഈ പുസ്തകത്തിന്റെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സ്ത്രീകളെ ഒരു കാരണവശാലും കർശനമായ നിർദ്ദേശമാണ്, സ്ത്രീകളെ ഹദറയിൽ പങ്കെടുക്കാൻ ഷെയ്ഖ് സമ്മതിക്കൂല. കർശനമായ നിർദ്ദേശമുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ അതിശക്തമായ അച്ചടക്കമുണ്ട്. എന്നല്ല സ്ത്രീകളുടെ കൈപിടിക്കൽ ഈ 2 ഭാര്യമാരെയായി പോയ മവാഹിരിയും ഹുസൈൻ ബാഖവിയും അവരവരുടെ മാന്യത സംരക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ അവർ ഈ അടുത്ത കാലം വരെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറയാണ് കൈപിടിച്ച ആരോപണം, വെറുതെ പറയാണെന്ന് അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇനി മാറ്റി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പിന്നെ ഒരു അബ്ദുറഹ്മാൻ ഹാജി, ഈ അബ്ദുറഹ്മാൻ ഹാജി പറഞ്ഞത് എങ്ങനെ തെളിവോ? അങ്ങനെയാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ആ അബ്ദുറഹ്മാൻ ഹാജിയുടെ അവസ്ഥ എന്താണ്? അതേ ഇന്റർവ്യൂവിൽ രേഖയുള്ള വിഷയത്തിൽ സത്യം മൂടി വെച്ച മനുഷ്യനല്ലേ അദ്ദേഹം? രേഖ ഉള്ള വിഷയത്തിൽ അദ്ദേഹം സത്യം മൂടി വെച്ചു. പിന്നെ രേഖ ഇല്ലാത്ത കാര്യത്തിൽ എന്തും പറഞ്ഞുകൂടെ? എന്താ അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. പിന്നീട് ഞങ്ങൾ ഒരു സ്വന്തമായിട്ട് ഒരു സ്ഥലം എടുത്തു. ഇപ്പം മദിൽ കിറാം എന്ന് പറയുന്ന സ്ഥലം, ഒരു സ്ഥലം എടുത്തു, 1 ഏക്കർ സ്ഥലം എടുത്തു. അവിടെ ഇതൊക്കെ ഉണ്ടാക്കി, ഷെഡൊക്കെ ഉണ്ടാക്കി. അവിടെ നിന്നാണ് പിന്നീട് ഇതുണ്ടാവുന്നത്. എൻ്റെ പേരിലും കൂടിയിട്ടായിരുന്നു എടുത്തത്. ഞാൻ പങ്കെടുത്ത് പൈസ കൊടുത്ത് എൻ്റെ പേരിലും കൂടിയായിരുന്നു അതെടുത്ത്. ഞങ്ങൾ 3 ആളെ പേരിലായിട്ട് എടുത്തായിരുന്നു. എൻ്റെതും ഒരു അബ്ദുൽ കുരിക്കൽ എന്ന് പറയുന്ന ആളും പിന്നെ കക്കാട്, അങ്ങനെ 2-3 ആളുടെ പേര് പൈസ എടുത്ത. എല്ലാവരും കളക്ഷൻ എടുത്തിട്ടാണ് വാങ്ങിച്ചത്. ഓരോരോ വ്യക്തികളിൽ നിന്നുള്ള കളക്ഷൻ ആയിരുന്നു.
അതെ, ഇതിലുള്ള അന്തസൂക്കികൾ എന്ന് പറയുന്ന ആൾക്ക് മാത്രമാണ് ആ പൈസ എടുത്തത്. 1,60,000 രൂപ വെച്ചിട്ട് 10 മറ്റോ എടുത്തതാണ് എൻ്റെ. അതെ, അബ്ദുറഹ്മാൻ ഹാജി ഇത് പറയുന്നുണ്ട്. അതില് സ്വകാര്യ വ്യക്തികളുടെ പേരിൽ എന്ന് പലപ്പോഴും അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് വഖഫാണ്, അദ്ദേഹമാണ് വഖഫ് ചെയ്തത്. ഇത് അദ്ദേഹത്തിന് അറിയാലോ. രേഖയുള്ള കാര്യത്തിൽ അദ്ദേഹം മൂടി വെച്ചില്ലേ 1,60,000. അത് തെറ്റാണ്. അദ്ദേഹം 1,60,000 തന്നിട്ടുണ്ട്, അത് ശരിയാണ്. അത് അദ്ദേഹം തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. ആ ആളെ അദാലത്തിന് പറ്റുമോ? പറയട്ടെ. അദാലത്തിന്റെ മസലൊക്കെ കുറെ ഇഞ്ഞു ഓതേണ്ടി വരും. 1,60,000 രൂപ തന്നു, ദസൂഖിയാണ്, നമുക്ക് സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ സ്ഥലം വാങ്ങി, അദ്ദേഹം തന്നെ കച്ചവടം ചെയ്തു. ആ തുടക്കത്തിൽ കച്ചവടം നടക്കുന്ന സന്ദർഭത്തിൽ 4 പേരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അതോടുകൂടി എല്ലാവരും തരീഖത്തിന് വഖഫാക്കി കൊടുത്തു സ്ഥലം. അദ്ദേഹവും സദഖ ചെയ്തു, എല്ലാവരും സദഖ ചെയ്തു, സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്തു. ഷെയ്ഖിനെ കാണാൻ പോയി, തിരിച്ചു വന്നു, സമസ്തയുടെ വിലക്ക് വന്നു. അപ്പോഴൊന്നും അദ്ദേഹം രാജിവെച്ചിട്ടില്ല. അങ്ങനെ പെണ്ണുങ്ങളെ കൈ പിടിച്ചു എന്ന് പറയുന്ന ഒരു വലിയ അബദ്ധം വന്നു എന്നതിന്റെ പേരിലാണോ എത്ര കാലം പിന്നെ അദ്ദേഹം ഈ തരീഖത്തിൽ ജീവിച്ചു യാതൊരു വിഷമവുമില്ലാതെ? അതിനുശേഷം എത്ര പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യ മദീനത്തുൽ കിറാമിൽ പങ്കെടുത്തു? ഇതിൽ വല്ല അനിഷ്ടം ഉണ്ടെങ്കിൽ പിറ്റേന്ന് ഒഴിവാകൂലേ? അങ്ങനെയാണ് സംഭവമെങ്കിൽ പിന്നെ ഇപ്പൊ ഉണ്ടാവുന്ന ഓരോ ആദർശങ്ങളാ. എന്നിട്ട് നോക്ക് നിങ്ങൾ, അദ്ദേഹം രജിസ്റ്റർ ചെയ്തതാണ് വഖഫ് ആധാരം. എന്നിട്ട് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? സ്വകാര്യ വ്യക്തികളുടെ പേരിലാണ് പറമ്പ് വാങ്ങിയത് എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമം പേരോട് നടത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു അക്ഷരം പറയുന്നില്ല. ഇല്ല, അത് വഖഫ് എന്ന് പറയേണ്ട മനുഷ്യൻ അയാൾ ഒപ്പിട്ട പേപ്പറല്ലേ ഇത് ആധാരം? അയാൾ ഒപ്പിട്ട പേപ്പറാണ്. അപ്പൊ ഈ വഖഫ് ആയിട്ട് ഞാൻ ചെയ്തതാണ് എന്ന് അദ്ദേഹം പറയണ്ടേ? അത് അദ്ദേഹം പറഞ്ഞാൽ കുടുങ്ങും. എന്താ കാരണം? അദ്ദേഹം ആ പൈസ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്, ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ മാന്യന്മാരാണ്, എണ്ണി കൊടുത്തിട്ടുണ്ട് 1,60,000. രേഖ ഉണ്ടായതുകൊണ്ടല്ല, അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയുന്നത് കൊണ്ടല്ല, അദ്ദേഹം അത് തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ കൊടുത്തു. പക്ഷെ പ്രിയപ്പെട്ട പേരോടിനോട് ഞാൻ പറയുന്നു, അധികം പറയിപ്പിച്ചാലുണ്ടല്ലോ. പേരോടൊരു വാക്ക് പറയുന്നുണ്ട്, ഇദ്ദേഹം ഷെയ്ഖിന് കൈമടക്ക് കൊടുത്തു, കൈമടക്ക് സ്വീകരിക്കാറില്ല എന്ന് കക്കാട് പ്രസംഗിച്ചു. പൊതുവിൽ കൈമടക്കിന്റെ ആളല്ല, വരുന്നവരോട് പൈസ വാങ്ങുന്ന ആളല്ല ഷെയ്ഖ് എന്ന അർത്ഥത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു കൈമടക്കും ഒരു ഹദിയയും സ്വീകരിക്കാത്ത ആളായിരുന്നെങ്കിൽ അക്കാരണത്താൽ ഷെയ്ഖ് അല്ല എന്നറിയില്ല പേരോട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ സ്വീകരിക്കാറുണ്ടല്ലോ. അപ്പം അബ്ദുറഹ്മാൻ ഹാജിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, അത് തെളിവാണെന്ത്? ഹദിയ സ്വീകരിക്കാറുണ്ട്. പലപ്പോഴും കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല, പലരോടും വാങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ഏർപ്പാട് അവിടെ ഇല്ല. എന്നിട്ട് പേരോട് അതിനിടക്ക് പറയാണ് ഷെയ്ഖ് വാങ്ങാറില്ല എന്ന് കക്കാട് പ്രസംഗിക്കുന്നു. അബ്ദുറഹ്മാൻ ഹാജി പൈസ കൊടുത്തിണെന്നും പറയുന്നു. അപ്പോൾ പിന്നെ പൈസ ആരുടെ കീശയിലേക്കാ പോയത് എന്ന് നോക്കണം. പേരോടെ വെറുതെ പറയിപ്പിക്കണ്ട. നിങ്ങളുടെ കണക്കും പലിശ അടക്കം അവതരിപ്പിക്കും ഇവിടെ. പക്ഷെ ഞങ്ങളെ നാവ് അതിന് സമ്മതിക്കുന്നില്ല. പൈസ ആരുടെ കീശയിലേക്കാ പോയതെന്ന് പരിശോധിക്കണം. പേരോട് അപമാനിക്കാനല്ലത്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അത്തരം ഒരു ആരോപണത്തിനൊന്നും കഥാപാത്രമാകേണ്ട ഗതികേട് അള്ളാഹു തൗഫീഖ് ചെയ്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതേ സന്ദർഭത്തിൽ അപ്പുറത്തുള്ള കഥകളൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾക്കറിയാം, 1,25,000 രൂപ സദഖ ചെയ്ത് കിറാമിന്റെ ഭൂമി വാങ്ങി. വെണ്ണക്കോട് അബൂബക്കർ സഖാഫി എന്ന പണ്ഡിതൻ അവിടെ വന്ന് പൈസ തിരിച്ചു ചോദിച്ചു. ആ പൈസ തിരിച്ചു തരണം, ഞങ്ങൾക്ക് വേണം. ഞാൻ ചോദിച്ചു, സദഖ തന്നതല്ല മോനെ. അദ്ദേഹത്തോട് ഞാൻ ഹദീസൊക്കെ ഓതി. ആ ഹദീസ് എന്താ ഞാൻ ഇപ്പോൾ പ്രസംഗത്തിൽ ഓതാത്ത പരിഭാഷപ്പെടുത്തൂല ഞാൻ. അങ്ങനെ സദഖന്റെ പൈസ, കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിയ 1,60,000 വാങ്ങിയ എന്നാ അദ്ദേഹത്തിന് ആ മാന്യത എന്തെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ? എന്തുകൊണ്ട് പറയുന്നില്ല? അത് പണ്ഡിതന്മാരുടെ ഒരു ചർച്ച വരും. മർക്കസിന് കുറ്റ്യാടിക്ക് കുറെ സദഖ ചെയ്ത ഒരാള് കുറച്ചു കാലം കഴിഞ്ഞു പേരോട് അത് മര്യാദക്ക് പറമ്പ് വാങ്ങി. പേരോടിനോട് തെറ്റി ആള് മാറി. അങ്ങനെ വഖഫ് ചെയ്തവരൊക്കെ അൽഹംദുലില്ലാ, പേരോടിന്റെ കൂടെയുള്ള വഖഫ് ചെയ്തവരും സദഖ ചെയ്തവരും ഇന്ന് ദസൂക്കികളാണ്. അൽഹംദുലില്ലാ, ഈ പേരോടിന്റെ കാസറ്റ് ഇട്ടിട്ട് ഇന്ന് ദസൂക്കികളാണ്. അവർ പൈസ തിരിച്ചു ചോദിച്ചാൽ പേരോട് കൊടുക്കുവോ? കൊടുക്കൽ ന്യായമാണോ? കൊടുക്കൽ ന്യായമാണോ? പക്ഷെ ഞങ്ങൾ അത് കൊടുത്തു. ഇതാ ഞങ്ങളെ മര്യാദ. 1,25,000 ചോദിച്ചു വന്ന് വെണ്ണക്കോട് തിരിച്ച് എണ്ണിയാണ്ട് കൊടുത്തു. സമയം നിശ്ചയിച്ച് എണ്ണി കൊടുത്തു ഞങ്ങൾ. അത് ആർക്ക് വേണ്ടി വാങ്ങിയതാണ്? ആരുടെ കീശയിലേക്കാ പോയത്? ആരുടെ ഓഫീസിലേക്കാ പോയത് ആ പൈസ? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ആരോപിക്കൂല. പക്ഷേ കൈരളി അബ്ദുറഹ്മാൻ ഹാജി ഷെയ്ഖിന് കൊടുത്ത സംഭാവന ഷെയ്ഖ് സ്വീകരിച്ചു നദിയ. അദ്ദേഹത്തിന് ആ ഒരു സ്വഭാവം കൈമടക്കിന്റെ രീതിയിൽ. അതിന് എന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പും കൈരളിയോടുള്ള ഇന്റർവ്യൂ, 20 മണിക്കൂർ വൈജ്ഞാനികമായ പ്രസംഗത്തിന് എന്തെല്ലാം മറുപടി പറയാനുണ്ടായിരുന്നു.
ഇനിയും മറുപടി എന്ന പേരിൽ എന്തെങ്കിലും ഇറക്കുകയാണെങ്കിൽ ഇപ്പറയുന്ന യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ എടുത്ത് അവലോകനം ചെയ്യണം. എന്നിട്ട് വേണം